യമൻ തലസ്ഥാനമായ സനയിൽ പ്രസിഡന്റിന്റെ കൊട്ടാര മുറ്റത്ത് നിരവധി മിസൈൽ ആക്രമണം. ഉഗ്രസ്ഫോടനം കേട്ട് ഇറങ്ങി ഓടി റഷാദ് അൽ അലിമി. ആയുധ കേന്ദ്രങ്ങളും വൈദ്യുത നിലയങ്ങളിലും ഇന്ധന സംഭരണ കേന്ദ്രങ്ങളിലും ഇസ്രയേലിന്റെ സംഹാര താണ്ഡവം. ഹൂതികൾ ഇരന്നു മേടിച്ച അടിയാണിത്. ഹൂതി സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഇസ്രയേലിന് നേരെ ആവർത്തിച്ചു നടന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് IDF തിരിച്ചു മറുപടി കൊടുത്തു. ഇനിയും കളിക്കാൻ നിന്നാൽ യമൻ ഭൂപടത്തിലുണ്ടാകില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒടുക്കത്തെ താക്കീത്. ഹമാസിന്റെ നട്ടെല്ല് ചവിട്ടി ഒടിച്ച് ഹിസ്ബുള്ളയുടെ ചിറകരിഞ്ഞിട്ട് ഇസ്രയേൽ ഹൂതികളുടെ തലയെടുക്കാൻ ഇറങ്ങിയിരിക്കുന്നു. സനയിലെ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടുവെന്ന് യമൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. നിരവധി ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന്റെ കണക്കുകൾ ഹൂതികൾ പുറത്തുവിട്ടിട്ടില്ല. 2 പേർ കൊല്ലപ്പെട്ടുവെന്നും 5 പേർക്ക് പരിക്കേറ്റുവെന്നുമായിരുന്നു ഹൂതി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ നിരവധി പേർ മരണമടഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ യമനിലെ മറ്റ് മാധ്യമങ്ങളിൽ നിന്ന് വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. എണ്ണ കമ്പനിക്ക് നേരെ നടന്ന ആക്രമണത്തിലാണ് 2 സിവിലിയൻസ് കൊല്ലപ്പെട്ടതെന്നും 5 പേർക്ക് പരിക്കേറ്റതെന്നും ഹൂതികളുടെ അൽമസിറ TV റിപ്പോർട്ട് ചെയ്തത് എന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ വ്യക്തമാക്കി. സനയിലെ പ്രസിഡന്റിന്റെ കൊട്ടാരം ഹൂതി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന സൈനിക കോമ്പൗണ്ടിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഇവിടം ആക്രമിച്ചതിന്റെ കാരണമായി ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയത്. ഇസ്രയേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടതായി ഹൂതികൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിനു തൊട്ടു പിന്നാലെയാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഹമാസിനെതിരെ ഗാസയിൽ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഹൂതികൾ പലസ്തീന് ഐക്യദാർഢ്യവുമായി രംഗത്തുണ്ട്. ചെങ്കടലിൽ ഇസ്രയേലിന്റെ കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചിരുന്നു. ഇതിനു മറുപടിയായി ഹൊദൈദ തുറമുഖം ഉൾപ്പെടെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ ഇസ്രയേലും ആക്രമണം നടത്തിയിരുന്നു. ഞായറാഴ്ച ഉച്ചയോടെയാണ് ആക്രമണം നടന്നത്. സനയിലെ നഗരസഭാ കെട്ടിടത്തിന് നേരെയും വ്യോമാക്രമണം നടന്നു. വലിയ നാശനഷ്ടമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. സനയ്ക്കൊപ്പം തുറമുഖ നഗരമായ ഹുദൈദയിലും ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഈ ഹുദൈദയിലെ തുറമുഖത്തിനടുത്തുള്ള ടണലുകളിലേക്കാണ് ഹൂതി തലവൻ ഒളിച്ചത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടം കേന്ദ്രീകരിച്ച് ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. വെള്ളിയാഴ്ച ഇസ്രയേൽ നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ ക്ലസ്റ്റർ വാർഹെഡുകൾ ഉപയോഗിച്ചിരുന്നതായി ഇസ്രയേൽ കണ്ടെത്തിയിരുന്നു. ഗാസയ്ക്ക് നേരെ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ അവസാനിപ്പിക്കാൻ ഇസ്രയേലിൽ സമ്മർദ്ദം ചെലുത്താനാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതികൾ പിന്നാലെ പ്രതികരിച്ചു. ഇസ്രയേലിനെ വിറപ്പിക്കും, ജൂതരെ കൊന്നൊടുക്കുമെന്നായിരുന്നു ഹൂതികളുടെ വെല്ലുവിളി. എന്നാൽ യമനിലെ ഹൂതി കേന്ദ്രങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ചോർത്തി അവിടെ കയറി ആക്രമിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ ചെയ്തിരിക്കുന്നത്. 1 ഡസനോളം വിമാനങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തതായും 4 ലക്ഷ്യസ്ഥാനങ്ങളിലായി ബോംബുകൾ ഉൾപ്പെടെ 30-ലേറെ ആയുധങ്ങൾ ഉപയോഗിച്ചതായുമാണ് റിപ്പോർട്ടുകൾ. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സനയിലെ പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങളിലും പ്രിസിഷൻ അറ്റാക്ക് നടത്തിയ IDF അവരുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ നട്ടെല്ലൊടിച്ചിട്ടു. അടുത്ത കാലത്തായി ഹൂതികളുടെ ആക്രമണം ഇസ്രയേലിന് നേരെ വർദ്ധിച്ചു വരികയാണ്. ഹൈഫ തുറമുഖത്തിനും ടെല്ലവീവിലും നേർക്ക് നിരന്തരമായ ആക്രമണം ഹൂതികൾ നടത്തിയിരുന്നു. ഹൂതികൾ ഉപരിതല മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും ഇസ്രയേലിനെ ലക്ഷ്യമാക്കി തൊടുക്കാറുണ്ടെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് വെളിപ്പെടുത്തി. വെള്ളിയാഴ്ച ഹൂതികൾ തൊടുത്തുവിട്ട മിസൈലിൽ ക്ലസ്റ്റർ വാർഹെഡ് ഉണ്ടായിരുന്നതായി ഇസ്രയേൽ എയർഫോഴ്സ് കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് യമനിലേക്ക് ആക്രമണം നടത്താൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചത്. ഇസ്രയേലിലേക്ക് ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ ഇതാദ്യമായിട്ടായിരുന്നു ക്ലസ്റ്റർ വാർഹെഡ് പ്രയോഗിച്ചത്. ഈ മിസൈൽ വീഴുമ്പോൾ നിരവധി പോർമുനകൾ പലയിടങ്ങളിലായി പതിക്കും. ഇത് ഉയർന്ന നാശനഷ്ടമുണ്ടാക്കുന്ന ഒരായുധമായതിനാൽ യുദ്ധങ്ങളിൽ ഇത് ഉപയോഗിക്കരുത് എന്നാണ് നിയമം. ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുള്ള ഹൂതി ആക്രമണം തെളിയിക്കുന്നത് അവർക്ക് ഇറാന്റെ സഹായം ലഭിക്കുന്നുണ്ട് എന്നതാണെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു. ഇറാൻ ഇത്തരം ആയുധങ്ങൾ ഇസ്രയേലിന് നേരെ പ്രയോഗിച്ചതായി ആരോപണമുണ്ടായിരുന്നു. 2023 ഒക്ടോബർ 7-ന് ഗാസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഹൂതികൾ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഹൂതികൾ ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലും ആക്രമണം നടത്തി. ഏകദേശം $1 ട്രില്യൺ വിലമതിക്കുന്ന ചരക്കുകൾ കടന്നുപോകുന്ന ഈ പാതയിലെ ആക്രമണങ്ങൾ ലോകത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ആക്രമിക്കുന്നത് ആരാണെങ്കിലും വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഹൂതികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു. യമനിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരമുള്ള സനായിൽ ആക്രമണം നടത്തിയ ശേഷമായിരുന്നു നെതന്യാഹുവിന്റെ ഈ മുന്നറിയിപ്പ്.
യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾക്കെതിരായ വ്യോമാക്രമണങ്ങൾ നിരീക്ഷിച്ച ശേഷം ടെല്ലവീവിലെ ഇസ്രയേൽ വ്യോമസേനയുടെ കമാൻഡ് സെന്ററിൽ നിന്ന് സംസാരിച്ചപ്പോഴായിരുന്നു നെതന്യാഹു കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തത്. ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചടിക്കും, ആക്രമിക്കാൻ പദ്ധതി ഇടുന്നവരെയും ഞങ്ങൾ തിരിച്ചടിക്കും. ഇസ്രയേലിന്റെ ശക്തിയും നിശ്ചയദാർഢ്യവും ഈ പ്രദേശം മുഴുവൻ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് ഹൂതി ഭീകര ഭരണകൂടം വലിയ വില നൽകേണ്ടി വരുമെന്നും അത് നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി ഹീബ്രു ഭാഷയിലുള്ള വീഡിയോ ആണ് നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തുവിട്ടത്. ഹൂതികളുടെ ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അതിനാൽ ശക്തമായ പ്രതികരണം ആവശ്യമാണെന്നും IDFും കൂട്ടിച്ചേർത്തു. ഏറ്റവും ദൂരെയുള്ള ലക്ഷ്യം ഇസ്രയേലിൽ നിന്ന് ഏകദേശം 2000 കിലോമീറ്റർ അകലെയായിരുന്നുവെന്നും ഇസ്രയേൽ വ്യോമസേനയിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രയേൽ യമനിലെ ഹൂതി പ്രസിഡൻഷ്യൽ കൊട്ടാരം നശിപ്പിച്ചതായി പ്രതിരോധ മന്ത്രി ക്യാറ്റ്സ് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ വാർത്തകളോട് യമൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഹൂതികൾ ഇസ്രയേലിന് നേരെ ഒരു മിസൈൽ തൊടുത്താൽ അവർക്ക് പല മടങ്ങായി തിരിച്ചു കൊടുക്കുമെന്നും ഇപ്പോൾ ഇസ്രയേൽ ക്യാറ്റ്സ് വെല്ലുവിളിച്ചിട്ടുണ്ട്. ഹൂതി നിയന്ത്രണത്തിലുള്ള സാബ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇസ്രയേൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 86 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 20-ലധികം പേർ ഗുരുതരാവസ്ഥയിലാണെന്നും റിപ്പോർട്ടുണ്ട്. സന തലസ്ഥാനത്ത് സയണിസ്റ്റ് ആക്രമണം തുടരുകയാണെന്ന് അൽമസീറ റിപ്പോർട്ട് ചെയ്തത്. ഗാസയിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നത് തുടരും. ആക്രമണം അവസാനിക്കുകയും ഉപരോധം നീക്കുകയും ഗാസയിലെ ജനങ്ങളുടെ പട്ടിണി അവസാനിപ്പിക്കുകയും ചെയ്യുന്നതുവരെ ഹൂതികൾ പിന്മാറില്ല എന്ന് ഹൂതി നേതൃത്വത്തിലെ അംഗമായ മുഹമ്മദ് അൽഫറ പ്രതികരിച്ചു. ഇറാന്റെ പദ്ധതിക്കനുസരിച്ചാണ് ഹൂതികൾ പ്രവർത്തിക്കുന്നത്. ദിവസങ്ങളായി ഇസ്രയേലിന് നേർക്ക് ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന് പിന്നിൽ ഇറാന്റെ ഉപദേശമാണ്. ഇറാനെ ആര് തൊട്ടാലും ആയുധം പൊക്കിപ്പിടിച്ച് ഹൂതികൾ ഇറങ്ങാറുണ്ട്. ഇസ്രയേൽ ഇറാൻ യുദ്ധം മൂർച്ഛിച്ചു നിന്നപ്പോൾ US നേരെ കൊലവിളിച്ച് ഹൂതികൾ രംഗത്ത് വന്നിരുന്നു. ഇസ്രയേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ അമേരിക്കയുടെ കപ്പലുകളും യുദ്ധക്കപ്പലുകളും ചെങ്കടലിൽ മുക്കുമെന്നായിരുന്നു ഹൂതി വിമതർ വെല്ലുവിളിച്ചത്. ഹൂതി വിമതരുടെ വക്താവ് യഹിയ സരിയാണ് അമേരിക്കയ്ക്ക് നേരെ ഈ ഒരു കൊലവിളിയുമായി അന്ന് രംഗത്ത് വന്നത്. ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ടതിന് പിന്നാലെ US ഹൂതികൾക്ക് നേരെ വ്യാപക ആക്രമണം നടത്തിയിരുന്നു. ഒമാന്റെ മധ്യസ്ഥതയിൽ ഇക്കഴിഞ്ഞ മെയ്യിലാണ് അമേരിക്കയും ഹൂതികളും തമ്മിൽ പിന്നീട് വെടിനിർത്തൽ കരാറിലെത്തിയത്. ചെങ്കടലിലും ബാബൽ മന്ദബ് കടലിടുക്കിലും ഇരു കക്ഷികളും പരസ്പരം ആക്രമണത്തിൽ ഏർപ്പെടില്ല എന്നാണ് കരാർ. കരാർ നിലവിൽ വന്നതോടെ ഹൂതികൾക്ക് നേരെയുള്ള ബോംബാക്രമണം US നിർത്തിവെച്ചിരുന്നു. അന്ന് മാളത്തിൽ ഒളിച്ച ഹൂതികൾ ഇപ്പോൾ ഇസ്രയേലിന് നേരെ വീണ്ടും തിരിഞ്ഞിരിക്കുകയാണ്.